നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ടോക്കിയോയിൽ ഇന്നലെ നടന്ന ലെജൻഡ്സ് എൽ ക്ലാസിക്കോ മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് വിജയം. 2-1 അവർ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചിരിക്കുന്നു. ഒരു മാസത്തിനിടയ്ക്ക് രണ്ടാം തവണയാണ് ലെജൻഡ്സ് എൽ ക്ലാസിക്കോ FC ബാഴ്സലോണ വിജയിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ദോഹയിൽ വെച്ച് ബാഴ്സലോണ ഷൂട്ടൗട്ടിൽ റയൽ മാഡ്രിഡിനെ മറികടന്നിരുന്നു. ഈ മത്സരത്തിൽ സൂപ്പർ താരങ്ങൾ അണിനിരന്ന മത്സരമാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കാൻ സാവിയോള, അതുപോലെ റിവാൾഡോ, ഒപ്പം തന്നെ ആൻഡ്രസ് ഇനിയേസ്റ്റ, ചാവി എന്നിവരൊക്കെ ഒരുമിച്ചിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറുഭാഗത്തും സൂപ്പർ താരങ്ങളുണ്ടായിരുന്നു. റോബർട്ടോ കാർലോസും ബാപ്റ്റിസ്റ്റയും സ്റ്റീവ് ബക്മനാമനും കരേംബുവും ഒക്കെ റയൽ മാഡ്രിഡിൻ്റെ നിരയിലും ഉണ്ടായിരുന്നു. കസിയസ് ആയിരുന്നു അവരുടെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത്. ഏതായാലും മത്സരം ബാഴ്സലോണ 2-1 വിജയിച്ചത് 31-ാമത്തെ മിനിറ്റിലെ സാവിയോളയുടെ ഗോളിലൂടെ ലീഡ് പിടിച്ചതിന് ശേഷമാണ്. അർജന്റീൻ താരം സാവിയോള അവർക്ക് വേണ്ടി 31-ാമത്തെ മിനിറ്റിൽ ലീഡെടുത്തു. എന്നാൽ 78-ാമത്തെ മിനിറ്റിൽ ബൽബോയിലൂടെ റയൽ മാഡ്രിഡ് ആ ഗോൾ മടക്കി. ഒടുവിൽ ഓൺ ഗോളാണ് മത്സരത്തിൻ്റെ വിധി നിർണ്ണയിച്ചത്. അവസാന ഘട്ടത്തിൽ ഫെർണാണ്ടോ സാൻസിൻ്റെ ഓൺ ഗോൾ ബാഴ്സലോണയ്ക്ക് അനുകൂലമായിട്ട് വിധി നിർണ്ണയിക്കുകയായിരുന്നു. 2-1 വിജയമാണ് ഇപ്പോൾ ഈ എൽ ക്ലാസിക്കോ മത്സരത്തിൽ, ലെജൻഡ്സ് എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാഴ്സലോണ നേടിയിരിക്കുന്നത്. എന്തായാലും പഴയകാല താരങ്ങൾ ഒരിക്കൽ കൂടി കളിക്കളത്തിൽ ഒരുമിച്ച് കാണാനുള്ള അസുലഭ അവസരമാണിത്. ആരാധകർ ലെജൻഡ്സ് മത്സരങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.